ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. കുട്ടികൾ ജനിക്കുന്നത് മുതൽ 1 വയസ്സ് വരെ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് ഓരോ മാസത്തിൽ ഉണ്ടാകേണ്ടതെന്ന് നമുക്കിന്ന് വീഡിയോയിൽ നോക്കാം. എല്ലാം നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു മാസമാണ് ഈ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഉറങ്ങും, കരയും, കഴിക്കും, ചുച്ചൂടൂടും ഒക്കെ പോവും. അപ്പോൾ ഇത് മാത്രമാണ് ആ ഒരു മാസത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ആൺകുട്ടിക്ക് 4.4 kgs അതുപോലെ പെൺകുട്ടിക്ക് 4 kgs ഫസ്റ്റ് മന്തിൽ ഉണ്ടാകേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നില്ല. ഇപ്പം എൻ്റെ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾ ജനിക്കുമ്പോൾ 2.2 kgs ആയിരുന്നു, ബിലോ വെയിറ്റ് ആയിരുന്നു. ഫസ്റ്റ് മന്തിൽ 2.8 kgs വരെ വന്നിട്ടുണ്ടായിരുന്നു, അതിന് മുകളിലൊന്നും പോയിട്ടില്ല. അത്രയൊക്കെ ഒരു മാസം കൊണ്ടൊക്കെ വെയിറ്റ് ഗെയിൻ ആകത്തുള്ളൂ. ഇപ്പോൾ മോൾക്ക് 1 വയസ്സാകാറായി, അടുത്ത ആഴ്ചയാണ് ബർത്ത്ഡേ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇപ്പോൾ 9 kgs ഉണ്ട് വെയിറ്റ്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ആകുന്ന കാര്യത്തിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട. എന്തായാലും നിങ്ങളുടെ കുട്ടിയുടെ നിയോനാട്രോളജിസ്റ്റിനോടൊന്ന് ചോദിച്ചു നോക്കുക, വെയിറ്റ് കുറവാണ്, ഇതിനായിട്ട് എന്തെങ്കിലും ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു നോക്കിയാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. രണ്ടാമത്തെ മാസത്തിൽ ഈ പുതിയ സ്ലീപ്പ് സൈക്കിളുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നൊരു സമയമായിരിക്കും. ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് രണ്ടാമത്തെ മാസം. കുട്ടികൾ ഒരുപാട് കരയും, ഭയങ്കര നിർബന്ധം കാണിക്കും. എന്ന് വെച്ചാൽ ഉറങ്ങത്തില്ല. ഉറക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചാലും ഉറങ്ങത്തില്ല. കാര്യം അവർക്ക് ഈ രാത്രി ഏതാ പകൽ ഏതാ എന്നുള്ളത് അറിയത്തില്ല. ഇതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നൊരു മാസമാണ് സെക്കൻഡ് മന്ത്. അതുപോലെ തന്നെ അവർ ചുറ്റുപാടുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നൊരു സമയമാണിത്. ഇനി മൂന്നാമത്തെ മാസം എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിക്ക് കാഴ്ച വന്നു തുടങ്ങിയിട്ടുണ്ടാവും. കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവർക്കൊരു മങ്ങിയ കാഴ്ച ഉണ്ടാവത്തുള്ളൂ, കളറുകളൊന്നും കാണാൻ പറ്റത്തില്ല. സോ അതൊക്കെ ചേഞ്ചായി ആൾക്കാരെയൊക്കെ കണ്ടു തുടങ്ങും. ഇതുവരെ കേട്ടിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള വോയിസിനൊക്കെ അവർ തിരിഞ്ഞു നോക്കും. കഴുത്തിലെ മസിൽസൊക്കെ സ്ട്രോങ് ആകും. അപ്പം അതുവരെയും കുട്ടികളുടെ കഴുത്ത് നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കണം, അവരുടെ കഴുത്ത് ഇങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നൊരു മാസമാണ് മൂന്നാമത്തെ മാസം. 3 to 4 മന്തൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കാനൊക്കെ പറ്റും. കഴുത്തിന് നല്ല കൺട്രോൾ വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു മാസത്തിൽ അവർ ഒരുപാട് ചിരിക്കാനായിട്ടൊക്കെ തുടങ്ങും. ചെറിയൊരു സ്മൈലും ഒരു കുഞ്ഞു ലാഫൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി 4ാമത്തെ മാസത്തെ കാര്യം നോക്കാം. 4ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് സൗണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ചിരിക്കാനായിട്ട് തുടങ്ങും. കാ കൂക്കി എന്നുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ഒരുപാട് സൗണ്ട്, പുതിയ സൗണ്ടുകൾ അവർ ശ്രമിച്ചു നോക്കും. ഇത് പറയാൻ പറ്റുമോ, അത് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ശ്രമിച്ചു നോക്കുന്നൊരു മാസമാണ് 4ാമത്തെ മാസം. എൻ്റെ മോള് റോൾ ചെയ്യുന്നതും 4th മന്തിലാണ്. 4th മന്ത് മുതൽ 6th മന്തിനുള്ളിലാണ് കുട്ടികൾ റോൾ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ 4th മന്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 weeks ആയപ്പോഴത്തേക്ക് കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് റോൾ ചെയ്ത് തുടങ്ങിയെങ്കിൽ അത് ഭയങ്കര സ്പീഡിലൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കമിഴ്ന്ന് വീണു. പിന്നെ അങ്ങോട്ട് അടുത്ത മാസമൊക്കെ ആയപ്പോഴാണ് കുറച്ചുകൂടെ സ്പീഡിൽ റോൾ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഈ 4ാമത്തെ മാസം കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവരത് ഗ്രാബ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ സാധനങ്ങൾ കൈകൊണ്ട് പിടിക്കുകയും കൈ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് 4ാമത്തെ മാസത്തിലാണ്. അവർ വിചാരിച്ചാൽ ഈ ഫിംഗേഴ്സൊക്കെ അനക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ തന്നെ നോക്കും. കൈയും കാലും ഒക്കെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നമ്മളുടെ കൂടെ കളിക്കാനൊക്കെ അവർ ആഗ്രഹം കാണിച്ചു തുടങ്ങുന്നതും 4ാമത്തെ മാസത്തിലാണ്. ഇനി 5ാമത്തെ മാസത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല രീതിക്ക് റോൾ ചെയ്ത് തുടങ്ങും 5th മന്ത് ആകുമ്പോഴത്തേക്ക്. ചില കുട്ടികൾ 6th മന്ത് വരെ ആകാറുണ്ട് റോൾ ആകാനായിട്ട്. അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ഓരോ കുട്ടികൾക്കും ഓരോ സമയമാണ്. എല്ലാ കുട്ടികളും ഈ മാസത്തിൽ തന്നെ ഇത് ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല. ഒരു 1-2 മാസം കഴിഞ്ഞിട്ടും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കണം. അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ 5ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് ഏകദേശം അവരുടെ പേര് ഇതാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ എൻ്റെ മോളെ വീട്ടിൽ വിളിക്കുന്ന ഇഷ എന്നാണ്. അപ്പോൾ ഞങ്ങൾ വളരെ കുഞ്ഞിലെ മുതലേ ഇഷക്കുട്ട, ഇഷക്കുട്ടി, ഇഷ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമായിരുന്നു. 5ാമത്തെ മാസത്തിൽ ഇഷ അവളാണെന്നുള്ളത് പുള്ളിക്കാരിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അമ്മ, മാമ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുന്നതും 5ാമത്തെ മാസത്തിലാണ്. ഇനി 6ാമത്തെ മാസത്തിലാണെങ്കിൽ ഒരു ഗ്രോത്ത് സ്പേർട്ട് നടക്കുന്ന ഒരു സമയമാണിത്. അതായത് പെട്ടെന്നൊരു ഗ്രോത്ത് അവർക്കുണ്ടാവും. ഒരു 1/2 kilo വരെ ആ ഒരു മാസത്തിൽ തന്നെ ഇമ്പ്രൂവ് ആവും. പിന്നെ ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും 6ാമത്തെ മാസത്തിലാണ്. അവർക്ക് ഏത് ഫുഡാണ് താല്പര്യം, ഏത് ഫുഡാണ് താല്പര്യം ഇല്ലാത്തതെന്നുള്ള ലൈക്സും ഡിസ്ലൈക്സും ഒക്കെ കാണിച്ചു തുടങ്ങുന്നതും ഈ മാസത്തിൽ തന്നെ ആയിരിക്കും. അതുപോലെ ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ രാത്രി കുറച്ച് കൂടുതൽ ഉറങ്ങി തുടങ്ങും. പകലുള്ള ഉറക്കം കുറഞ്ഞും തുടങ്ങും. അതുവരെ പകലായിരിക്കും ഒരുപാട് ഉറങ്ങുന്നത്, രാത്രി നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കത്തേ ഇല്ല. എൻ്റെ മോളൊക്കെ ഉറങ്ങിയിട്ടേ ഇല്ല. 7ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് മിക്ക കുട്ടികളും ഇഴഞ്ഞു തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ബേബി പ്രൂഫ് ചെയ്യണം വീടൊക്കെ. അതുപോലെ അവരുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ ആ സ്ഥലത്തുനിന്ന് മാറ്റി വയ്ക്കണം. കാര്യം എല്ലാം
വായ്ക്കകത്തിടും, ഇഴയും വലിച്ചിടും. അവർക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു പ്രായം ഇതാണ്. അപ്പോൾ എല്ലാം അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന സാധനങ്ങളൊക്കെ വായ്ക്കകത്തായിരിക്കും പോകുന്നത്. അപ്പോൾ വീടൊക്കെ ഡെയിലി ക്ലീൻ ചെയ്ത് വെക്കണം. 7th മന്ത് മുതൽ അവർ നടന്നു തുടങ്ങുന്നത് വരെ ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. 8ാമത്തെ മാസം എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ട് അവർ നിൽക്കുന്ന ഒരു മന്താണ്. കാര്യം ഇത്രയും കാലം അങ്ങനെ തന്നെ കിടന്നിരുന്ന ആൾക്ക് ഇപ്പോൾ ഇഴയാൻ പറ്റുന്നുണ്ട്, പതുക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യും, എല്ലാ സ്ഥലത്തും ഓടി നടക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല രീതിക്ക് അവരെ പുറകിൽ തന്നെ നടക്കേണ്ടി വരും. എന്തെങ്കിലും വെയിറ്റ് ഇല്ലാത്ത സാധനത്തിലൊക്കെ പിടിച്ചിട്ട് എഴിക്കാൻ നോക്കുകയാണെങ്കിൽ വീണു പോവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. സെപ്പറേഷൻ ആങ്സൈറ്റി വരുന്നത് ഈ ഒരു മാസത്തിലാണ്. അമ്മ ആരാണ്, അച്ഛൻ ആരാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മറ്റുള്ളവരുടെ കയ്യിൽ പോകാനായിട്ട് മടിക്കും ചില കുട്ടികൾ. അവരുടെ കെയർ ടേക്കർ ആരാണെന്നുള്ളത് അവർ ഈ ഒരു മാസത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. 9ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഇരുന്ന് തുടങ്ങും. ചില കുട്ടികൾക്ക് ഒരു മാസം കൂടിയൊക്കെ നമ്മളൊന്ന് കൈ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരുത്തേണ്ടി വരും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 10th മന്തൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന് ശരിയാവും. പിന്നെ എണീറ്റ് നിന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫർണിച്ചറിൽ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ചെയറിൽ നിന്ന് അടുത്ത ചെയറിലോട്ടൊക്കെ നീങ്ങി അങ്ങ് പോകും. പിന്നെ ആൾക്കാരെയൊക്കെ നല്ല രീതിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. ഈ 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് താഴെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കാൻ നോക്കും. ശ്രമിക്കും, നടക്കത്തില്ല. ഇപ്പോൾ എൻ്റെ മോളൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കും. കൈക്കുള്ളിലൊന്നും വരത്തില്ല, എങ്കിലും ഇങ്ങനെ പിടിച്ചെടുത്തൊക്കെ തുടങ്ങും. പിന്നെ ഈ ഒരു മാസത്തിൽ തന്നെ കുട്ടികൾ നല്ല രീതിക്ക് ക്ലാപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ ചെയ്യുന്ന സംഭവത്തിൻ്റെ പേര് ക്ലാപ്പാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പോൾ ഇശുക്കുട്ടി ക്ലാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് കാണിക്കും. 10ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒരുവിധം 3-4 വാക്കുകളുടെ അർത്ഥമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പൊതുവെ ആദ്യത്തെ പല്ല് വരുന്നത് 7ാമത്തെ മാസം മുതൽ 15ാമത്തെ മാസത്തിനുള്ളിലാണ്. 15 മാസം ആയിട്ടും പല്ല് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കണം. അപ്പോൾ ഇതിനുള്ളിലാണ് ആദ്യത്തെ പല്ല് വരുന്നത്. അതിലും മിക്ക കുട്ടികൾക്കും ആദ്യത്തെ പല്ല് വരുന്നത് 10ാമത്തെ മാസത്തിലാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ ഫേവറേറ്റ് ടോയ് ഏതാണെന്നുള്ളതൊക്കെ അവർക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായി വരുന്നൊരു സമയമാണിത്. ഇനി 11ാമത്തെ മാസം നോക്കാം. വളരെ വേഗം ഹൈറ്റ് വയ്ക്കുന്നൊരു സമയമാണ് ഈ 11th മന്ത് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒന്ന് മെലിഞ്ഞങ്ങ് പൊങ്ങിയതുപോലെ നമുക്ക് തോന്നും. വളരെ സഡനായിട്ടായിരിക്കും ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് ഒരുവിധം പാരൻസിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഭയങ്കര ഷൈ ആണോ, ആക്റ്റീവ് ആണോ എന്നൊക്കെ ഉള്ളത്. അവർ സ്റ്റിൽ ഗ്രോയിങ് സ്റ്റേജിൽ നിൽക്കുവാണ് എങ്കിൽ നമുക്ക് ഒരുവിധം പറയാൻ പറ്റും ഈ കുട്ടി എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ പല സിറ്റുവേഷനും എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അവരിങ്ങനെ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്ന ഒരു സമയമാണ് ഈ 11ാമത്തെ മാസം. ഇനി 12ാമത്തെ മാസത്തെ കാര്യം നോക്കാം. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരുടെ ബർത്ത് വെയ്റ്റിൻ്റെ ട്രിപ്പിൾ ആയിട്ടുണ്ടാവും. അതായത് കുട്ടി ജനിക്കുന്നത് 3 കിലോ ആണെങ്കിൽ ഇപ്പോഴത്തേക്ക് 9 കിലോ എങ്കിലും ആയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ജനിക്കുമ്പോഴുള്ള ലെങ്ത്തിൽ നിന്നും ഒരു 10 ഇഞ്ച് കൂടുതലായിരിക്കും. മിക്ക കുട്ടികളും ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നടന്നു തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബർത്ത്ഡേ കഴിഞ്ഞ് ആ അടുത്ത മാസത്തിൽ തന്നെ നടന്നു തുടങ്ങും. അപ്പം അതിലൊക്കെ ഒരുപാട് ലാഗ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഇതാണ് ജനിക്കുന്നത് മുതൽ 12 മാസം വരെയുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.